ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ ആശമാരിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയത് അത് താൻ കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി അറിയിച്ചു. അതിൻ്റെ നേരിയ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ ഇത് വിഷയമാകുമോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അവിടെ എന്താണോ ഇവരിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരു രാഷ്ട്രീയ കലർപ്പുമില്ലാതെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നേരിയ ലെവലിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, സുരേഷ് ഗോപി ഇപ്പോൾ ഒന്നിലേറെ തവണ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നു. ആദ്യം നേരിട്ടെത്തി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. കനത്ത മഴയെ അവഗണിച്ചും അവിടെ നിന്ന് മഴ നനഞ്ഞ് സമരം ചെയ്യുന്ന അവരുടെ സങ്കടങ്ങൾ അദ്ദേഹം കേട്ടറിഞ്ഞു. പിന്നീട് അദ്ദേഹം കൃത്യമായി വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അതിനുശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ അദ്ദേഹം പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, ഇവർക്ക് ഓണറേറിയം നൽകേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്, പക്ഷേ കൂടുതൽ സഹായങ്ങൾ ആശാവർക്കർമാർക്ക് നൽകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സമാശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ വ്യക്തമായത്. അത് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത്? ശ്രീനന്ദ. തീർച്ചയായും വിനോദ്, ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 31ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിൽ എത്തിയിരുന്നു. ആശാവർക്കർമാർ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അതിനുശേഷം വീണ്ടും സുരേഷ് ഗോപി രാവിലെ ക്ഷേത്ര ദർശനത്തിനായി ആറ്റുകാലേക്ക് എത്തിയ സമയത്താണ് സമരപ്പന്തലിലെത്തി ആശാവർക്കർമാരെ കണ്ട് അവരോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് ജനറൽ സെക്രട്ടറി ബിന്ദുവിനോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയാണ് സാർ രാവിലെ ഇവിടെ എത്തിയത്? അദ്ദേഹം അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തി. ഇന്നലെ വന്നപ്പോൾ പൊങ്കാല ഇടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പൊങ്കാല ഇടുന്നവർക്ക് അരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ഇന്നത് പറയാനായിട്ട് വന്നത്. ഇന്നലെ സാറിവിടെ വന്നിരുന്നു. അപ്പോൾ രാത്രി എന്താണ് പറഞ്ഞത്? അദ്ദേഹം കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ട് സംസാരിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞതായിട്ടുമാണ് പറഞ്ഞത്. എന്നാലും അത് കുറച്ച് സമയം പിടിക്കും, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ച് വരാൻ കുറച്ച് സമയം പിടിക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്നലെ കേന്ദ്രമന്ത്രി ഇവിടെ എത്തുകയും ഇവരോട് സംസാരിക്കുകയും തീർച്ചയായിട്ടും ഇതിന് തനിക്ക് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമെന്നും കേരള സർക്കാരാണ് ഇനി പിണറായി സർക്കാരാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുമെന്നുമാണ് ഇന്നലെ ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളവരോട് ചോദിക്കാം. ഇന്നലെ ഇവരെല്ലാവരും വളരെയധികം ഒരു കാര്യം കൂടി ശ്രീനന്ദ, ഈ പൊങ്കാല ദിനമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് അവർ അവിടെ പൊങ്കാല അർപ്പിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള അരി സംഭാവന ചെയ്തതും കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാമോ ശ്രീനന്ദ? തീർച്ചയായിട്ടും വിനോദ്, ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു നാളെ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി നമ്മുടെ സമരപ്പന്തലിലുള്ള എല്ലാവരും തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും നാളെ പൊങ്കാല അർപ്പിക്കുന്നുവെന്ന് പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി തനിക്ക് കഴിയാവുന്നത്രയും സഹായം ഇവിടെ അരിയും ബാക്കി സാധനങ്ങളും പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം നൽകാമെന്ന് ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി, ഇന്നലെ ഞാനില്ലായിരുന്നു. ഇന്നും വന്ന് പറഞ്ഞിട്ട് പോയി. ഇന്നലെ വന്നിട്ട് പോയി. കേന്ദ്രത്തിൽ നമുക്ക് അനുവദിച്ച ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാന്നുള്ളത് ആ ഒരു സന്തോഷം ആയിരുന്നു നമുക്ക്. എന്നിട്ട് പറഞ്ഞു ഇവിടെ പൊങ്കാല നമ്മളിടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള സാധനം മേടിക്കാത്തവർക്ക് എല്ലാവർക്കും ഉള്ള സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയും വന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയിക്കാണ് സാറ്. അമ്പലത്തിലായിരിക്കാം, ഫാമിലിയായിട്ട് പോയിട്ടുണ്ട്. വരുമ്പോൾ ആവശ്യമുള്ള സാധനം കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്തായാലും പൊങ്കാല അർപ്പിക്കുന്ന ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും, ഇവിടെ ഭക്തരെന്ന് തന്നെ വിളിക്കാം, അവരെല്ലാവർക്കും തന്നെ പൊങ്കാല കിറ്റും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ നൽകാമെന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അറിയിച്ചിട്ട് പോയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കുമെന്നാണ് ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നത്. ചേച്ചി, മഴ പെയ്യുന്നുണ്ട്, കോട്ടയൊക്കെ വെച്ചിട്ടേ ഇരിക്കുന്നത്. എന്താ അപ്പോൾ നമ്മൾ ടാർപ്പൊക്കെ ഇനി നമുക്ക് വലിച്ചു കെട്ടണ്ടേ? ടാർപ്പ അതിനുള്ള മഴയൊന്നും ആയില്ല, അറിയില്ല.
തീർച്ചയായിട്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കുടയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. മഴ ശക്തമായി കഴിഞ്ഞാൽ അതും ഇനി എന്തായി തീരും? സർക്കാർ ഇനി വീണ്ടും ഇവരെ ഇവിടെ നിന്ന് അഴിച്ചോടിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിക്കുമോ എന്നൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും വളരെ ഇതായിട്ടാണ് കേന്ദ്രം സർക്കാർ ഇടപെടാത്തതിൽ, സംസ്ഥാന സർക്കാർ ഇടപെടാത്തതിൽ, കേന്ദ്ര സർക്കാർ ഇടപെട്ടതിൽ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. കൂടുതലായി ഇതിനുള്ള നടപടികൾ, ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, പക്ഷേ അതിന് മറ്റ് നടപടികൾ കൂടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപി എത്തിയതിലുള്ള വളരെ സന്തുഷ്ടരാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇതൊരു രാജ്യസഭയിൽ ഇത് എത്തിക്കുമെന്നൊരു വാഗ്ദാനം നൽകിയിട്ടാണ് അന്ന് മഴയത്ത് ഇവർക്ക് കുടയും അതുപോലെ തന്നെ റെയിൻകോട്ടുകളും നൽകിയ ശേഷം പറഞ്ഞിട്ട് പോയത്. അങ്ങനെയാണ് ഇന്നലെ ഉച്ചയോടുകൂടി കേന്ദ്രമന്ത്രി JP നദ്ദ ഈ ഒരു സംഭവം, ഈ ആശാവർക്കർമാരുടെ കാര്യം രാജ്യസഭയിൽ ഉന്നയിച്ചത്. അങ്ങനെ ഉന്നയിച്ചതിന് ശേഷമാണ് ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും തന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്തിട്ടുണ്ടെന്നും തൻ്റെ വാക്ക് താൻ പാലിക്കുമെന്നുമുള്ള ഒരു ഉറപ്പ് നൽകി മടങ്ങിയത്. ഇന്ന് രാവിലെ വീണ്ടും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാനും വേണ്ടി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന വഴി കേന്ദ്രമന്ത്രി വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് അതുപോലുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ, ബാക്കി എല്ലാവരും തന്നെ മന്ത്രിമാരെല്ലാവരും ഇതിനോട് കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് ആശാവർക്കർമാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അവർ പറയുന്നത്. തീർച്ചയായും ആശാവർക്കർമാരുടെ സമരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുന്നു. അദ്ദേഹം ആ വിഷയം മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിന് വിവരം അറിയിച്ചു. JP നദ്ദയിൽ നിന്നും പ്രതികരണം വന്നു. ഇന്ന് അദ്ദേഹം ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് പോകും വഴിയാണ് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ നേരിട്ടെത്തിയത്. അവിടെ നാളെ പൊങ്കാല അർപ്പിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിച്ചു നൽകാം എന്നുള്ള ഒരു അറിയിപ്പും അദ്ദേഹം അവർക്ക് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സമരപ്പന്തലിൽ നിന്നും ശ്രീനന്ദ.